കാസർഗോഡ് പള്ളിയിലെ ഇമാം 22-കാരിയെ മൊഴിചൊല്ലിയ കേസിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതായി പരാതി. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചതടക്കം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ വൈകുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. പള്ളിയിലെ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടുന്ന ഓഡിയോ സന്ദേശവും യുവതിയുടെ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ അനാസ്ഥയിൽ എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്. കാസർഗോഡ് പള്ളിയിലെ ഇമാം 22-കാരിയെ മൊഴിചൊല്ലിയ കേസിലാണ് പോലീസിനെതിരെ വലിയ വിമർശനം, വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഇഴയുന്നതായാണ് പരാതി. അനഘ, കേൾക്കാമെങ്കിൽ ഈ പോലീസിന്റെ അനാസ്ഥയിൽ എത്രത്തോളം പ്രതിഷേധം ശക്തമാണ്? KP, നിലവിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശത്താണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരുടെയും ഒക്കെ നേതൃത്വത്തിൽ നിലവിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകർക്കാരും ഈ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. ഈ കോഴിക്കോട് സരോവരത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെയും മർക്കസിലും ഈ കാസർഗോഡ് പള്ളിയിലെ ഇമാം 22-കാരിയെ മൊഴിചൊല്ലിയ കേസിലാണ് നമുക്കിപ്പോൾ വിശദാംശങ്ങൾ വേണ്ടത്. അനഘ സൂചിപ്പിച്ചത് വിജിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട്, വിജിലിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള തെളിവെടുപ്പാണ്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. KP, ക്ഷമിക്കണം. അതായത് നിലവിൽ കാസർഗോഡ് പള്ളിയിലെ ഇമാമായിട്ടുള്ള ബഹാദൂർ ഷാ ആണ് 22 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ഭാര്യയെ മൊഴി ചൊല്ലിയിരിക്കുന്നത്, മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഈ കുടുംബം പോലീസിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള പീഡനം ഈ യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ പോലും ഭർത്താവ് ചവിട്ടുകയും മർദ്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നതടക്കം ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ആ പരാതിക്ക് മേൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കാണിച്ചുകൊണ്ട്, അതായത് ഈ പള്ളിയിലെ ഇമാമായിട്ടുള്ള ഇബ്രാഹിം ബാദുഷ ഈ യുവതിയെ മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിന്റെ ഓഡിയോ സന്ദേശമടക്കം ഈ പോലീസിന് നൽകിയിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ യുവതിയുടെ കുടുംബം പറയുന്നത്. മാത്രമല്ല, കാസർഗോഡെ സംബന്ധിച്ച് തുടരെ ഇത്തരത്തിൽ മുത്തലാഖ് പരാതി ഉണ്ടായിട്ടുണ്ട്. നിയമം മൂലം തന്നെയാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഇത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പള്ളി ഇമാം തന്നെ, ഒരു ഉസ്താദ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയ വ്യാപകമായ ഒരു പ്രതിഷേധ വിമർശനമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഉചിതമായ ഒരു ശിക്ഷ നടപ്പാക്കാൻ, നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. വലിയ ആക്ഷേപം തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തിനടക്കം ഈ ഒരു വിഷയത്തിൽ ഉയർന്നു കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും. അതായത് ഈ വിഷയം മുത്തലാഖ് എന്ന് പറയുന്നത് നിയമമൂലം നിരോധിച്ചതാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ കാസർഗോഡിനെ സംബന്ധിച്ച് തുടർച്ചയായി 2 മാസത്തിനിടയിൽ തന്നെ ഇത്തരത്തിൽ മുത്തലാഖ് പരാതി ഉയരുന്നുണ്ട്. പക്ഷെ ഈ പരാതിക്ക് മേൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഇതേ ഒരു പരാതിയുമായി ഒരു യുവതി രംഗത്ത് വന്നിരുന്നു. തന്റെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തി ഗാർഹിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു യുവതി കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ മുത്തലാഖ് പരാതി ഉയർന്നിരുന്നു. പക്ഷെ ആ സമയത്തും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഈ യുവതിയുടെ കുടുംബം കൃത്യമായി തന്നെ ഈ ഓഡിയോ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ സമീപിച്ചിട്ട് പോലും മുകളിലേക്ക് അയച്ചിട്ടുണ്ട്, പരിശോധിക്കാം എന്നൊരു നിലപാട് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന തലങ്ങളിലേക്ക് പരാതി നൽകാനാണ് ഈ യുവതിയുടെ കുടുംബത്തിന്റെ അടുത്ത നീക്കം. എന്തായാലും ആ പരാതിക്ക് ഏതറ്റം വരെയും പോയി നീതി ലഭിക്കുന്നത് വരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോരാടും എന്നാണ് ഈ യുവതി പറയുന്നത്. യുവതിയുടെ കുടുംബം പറയുന്നത് ഇവർക്കൊരു മകളുണ്ട്, 22 വയസ്സ് മാത്രമേ യുവതിക്ക് പ്രായമുള്ളൂ. മാത്രമല്ല, സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു പള്ളിയിലെ ഇമാമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പദവി കൂടിയാണ് ഇദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അത് മറയാക്കിക്കൊണ്ട് താൻ ചെയ്ത പ്രവർത്തികളെ നിസ്സാരവൽക്കരിക്കാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നുകൂടി യുവതിയുടെ കുടുംബം പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ കുടുംബം ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. ആ ഓഡിയോയിൽ ഈ ഇബ്രാഹിം ബാദുഷ തന്റെ ഭാര്യയോട്, 22 വയസ്സുള്ള ആ യുവതിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതായിരുന്നു ആ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല,
ഈ യുവതിയെ മർദ്ദിക്കുകയും തന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു നായയെ പോലെ നിൽക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതും ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതിക്ക് മേൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഈ യുവതിയുടെ കുടുംബം ഇപ്പോഴും പറയുന്നത്. എന്തായാലും ഉയർന്ന പോലീസ് തലത്തിലേക്ക് പരാതി നൽകാനാണ് യുവതിയുടെ കുടുംബത്തിന്റെ അടുത്ത നീക്കം. അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.